നമസ്കാരം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നാവികത്താവളത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ ആക്രമണം നടത്തുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ആക്രമണത്തിൽ വിറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ടർബത്തിലെ നാവിക വ്യോമതാവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ബലൂചിസ്ഥാനിലെ ചൈനയുടെ നിക്ഷേപങ്ങളെ മജീദ് ബ്രിഗേഡ് വിമർശിക്കുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനും മേഖലയിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്നത്. തങ്ങളുടെ പോരാളികൾ വ്യോമതാവളത്തിൽ നുഴഞ്ഞു കയറിയതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. കൂടാതെ ചൈനീസ് ഡ്രോണുകളും ഈ നാവിക വ്യോമതാവളത്തിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സ്ഥിതിഗതികൾ വികസിച്ചപ്പോൾ നിരവധി ഹെലികോപ്റ്ററുകൾ ആകാശത്ത് പട്രോളിംഗ് നടത്തുന്നത് കണ്ടതിനാൽ സൈനിക പ്രവർത്തനങ്ങളിൽ ഗണ്യമായ വർധനവ് ടർബത്ത് കണ്ടു. കനത്ത വെടിവെപ്പും സ്ഫോടനങ്ങളും 3 മണിക്കൂറിലേറെ നീണ്ടുനിന്നതായി ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് പുറത്തുവന്നു. ഫ്രണ്ടിയർ കോർപ്സ് നിരവധി പ്രധാന ടർബത്ത് റോഡുകൾ തടഞ്ഞു. ഫ്രണ്ടിയർ കോർപ്സ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം നാവിക വ്യോമതാവളത്തിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ 1 ഡസനിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. നാവികതാവളമായ PNS സിദ്ദീഖിനെ ആക്രമിക്കുന്ന ഒരു പോരാളിയിൽ നിന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിട്ടു. ആക്രമണത്തിന് മറുപടിയായി ടർബത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ടീച്ചിംഗ് ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരോടും ഉടൻ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കെച്ചിലെ ജില്ലാ ഹെൽത്ത് ഓഫീസർ നിർദ്ദേശം നൽകി. ഇത് ഈ ആഴ്ചയിലെ 2ാമത്തെ ആക്രമണവും ഈ വർഷം 3ാമത്തേതുമായി BLA മജീദ് ബ്രിഗേഡിലെ ടർബത്തിൽ നടത്തിയ ആക്രമണത്തെ അടയാളപ്പെടുത്തി. മുമ്പ് ജനുവരി 29-ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മാക് നഗരത്തെ ലക്ഷ്യം വെച്ചിരുന്നു. തുടർന്ന് മാർച്ച് 20-ന് ഗ്വാദറിലെ മിലിറ്ററി ഇന്റലിജൻസ് ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അതേസമയം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 3 ചൈനീസ് CH-4 ഡ്രോണുകളും 4 ഹെലികോപ്റ്ററുകളും 2 വാഹനങ്ങളും തകർക്കപ്പെടുകയും 15ഓളം പാക് സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ സേനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.